പ്രിയപ്പെട്ട മലയാള സിനിമയ്ക്കും പിന്നണി പ്രവർത്തകർക്കും അഭിനേതാക്കൾക്കും അകമഴിഞ്ഞ നന്ദി പ്രകടിപ്പിക്കുകയാണ് എൻ്റെ ഉദ്ദേശം. കാരണം എന്തെന്നോ, കഴിഞ്ഞ 4 ആഴ്ചയായി മേക്കപ്പ് മാൻ മുതൽ ആദാമിൻ്റെ മകൻ അബു തുടങ്ങിയ മലയാള സിനിമകൾ DVD, ബ്ലൂറേ ക്വാളിറ്റിയിൽ ഫ്രീ ആയിട്ട് യൂട്യൂബിൽ കണ്ടു. വളരെയധികം സന്തോഷമുണ്ട്. മലയാളം മൂവി ലോങ് എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് റീസെൻ്റ് ആയിട്ടുള്ള പോസ്റ്റിങ്ങുകൾ നോക്കിയാൽ മതി, നിങ്ങൾക്കും കാണാം. കമ്മ്യൂണിസ്റ്റുകാർ വിഭാവന ചെയ്ത സമത്വസുന്ദരമായ ഈ ഫ്രീ ലോകമാണപ്പാ ലോകം. ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്, ഇനി സിനിമ ഞാൻ ഇങ്ങനെയേ കാണൂ. 6ാം ക്ലാസ്സിൽ വെച്ചു തുടങ്ങിയതാ ഈ സിനിമാ ഭ്രാന്ത്. അച്ഛനമ്മമാരെ പറ്റിച്ചും തേങ്ങ ഒളിച്ചുവിറ്റും പലചരക്ക് വാങ്ങിക്കുമ്പോൾ കള്ളക്കണക്കെഴുതിയും പിടുങ്ങുന്ന കാശ് മുഴുവൻ നസീറിന്റെ തുറുപ്പ് ഗുലാൻ മുതൽ ഇപ്പോൾ ഈയിടെ ക്രിസ്ത്യൻ ബ്രദേഴ്സ് കാണാനായവരെ കൊണ്ടുകൊടുത്തു. ഇനി വയ്യ, ഞങ്ങൾക്കും വേണം ഒരു ബ്രേക്ക്. നമ്മുടെ പ്രിയപ്പെട്ട സീനിയർ നടന്മാർ ഇപ്പോൾ കാട്ടിക്കൂടുന്ന അഭിനയം കാണുമ്പോൾ വെറുതെ കിട്ടിയാലും വേണ്ട എന്നാണ് പലപ്പോഴും തോന്നുന്നത്. പക്ഷേ പറ്റുന്നില്ല. ഇവരുടെ നല്ല സിനിമകൾ കണ്ടിട്ടുള്ളതുകൊണ്ട്, ഇവരെ അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെട്ടു പോയതുകൊണ്ട്, ചില്ല് കൂടാരങ്ങളിൽ നിന്നിറങ്ങി ചാനലുകളിൽ മുഖം കാണിക്കാൻ വരുന്ന നടന്മാരും സിനിമാ പ്രവർത്തകരും പറയും പൈറസിയാണ് ഇവിടുത്തെ പ്രശ്നമെന്ന്. നല്ല സിനിമകൾ ഉണ്ടാകാത്തത് അതുകൊണ്ടാണെന്ന്. ചുമ്മാ ഇവർ കള്ളം പറയുകയാണ്. ഇതൊരു നീറുന്ന പ്രശ്നമാണെങ്കിൽ നമ്മുടെ സിനിമാ തലതൊട്ടപ്പന്മാർക്കും വെറുതെ ഇരിക്കുന്ന സിനിമക്കാർക്കും മലയാള സിനിമാ പ്രേമികൾക്കും എന്തുകൊണ്ട് യൂട്യൂബിന്റെ ഉടമസ്ഥരായ ഗൂഗിളിന്റെ ഇന്ത്യൻ ഓഫീസുകൾക്ക് മുന്നിൽ സമരം ചെയ്തുകൂടാ? നമ്മുടെ അസാരയെ ഒന്ന് ഓർക്കുക. അറ്റ്ലീസ്റ്റ് ഒന്ന് ശ്രമിച്ചുകൂടെ സാർ? അവരത് ചെയ്യില്ല. കാരണം അവരുടെയൊക്കെ ജീവിതം വളരെ സെറ്റിൽഡാണ്. വെറുതെ പുലിവാലിന് എന്തിനാ പോകുന്നേ എന്നാണ് പലരുടെയും വിചാരം. പണ്ട് ക്യാമറ പ്രിന്റുകൾ മാത്രമായിരുന്നു യൂട്യൂബിൽ അവൈലബിൾ ആയിരുന്നത്. ഇവർ പറയുന്നു പോലീസിന് കേസെടുക്കാൻ കഴിയുകയില്ല, ഈ സിനിമകൾ വിദേശത്തുള്ള കമ്പ്യൂട്ടറുകളിലാണ് ഇരിക്കുന്നതെന്ന്. DVD, ബ്ലൂറേ ക്വാളിറ്റിയിലുള്ള ഈ സിനിമകൾ കാണുമ്പോൾ എനിക്ക് സംശയമുണ്ട് സാർ, ഇത് സിനിമക്കാർ തന്നെയല്ലേ, അല്ലെങ്കിൽ അവരുടെ ശിങ്കടികളല്ലേ ചെയ്യുന്നതെന്ന്. അവർ പരസ്പരം പാരവയ്ക്കുകയാണ്. നമ്മുടെ സിനിമാ തലതൊട്ടപ്പന്മാരുടെ കീശകൾ ഇപ്പോഴും ഉയർത്തിരിക്കുകയാണ്. ഇവരുടെ പേരിലുള്ള സ്വത്തുകൾ വെളിപ്പെടുത്തിയാൽ നമ്മളുടെ കണ്ണഞ്ചിപ്പോവും. പിന്നെ നമ്മുടെ മലയാള സിനിമാ അസോസിയേഷനുകൾ കാണിക്കുന്ന തമാശകൾ, അവരുടെ പരസ്പരമുള്ള കുതികാൽ വെട്ടുകൾ. ഇവിടെ ശരിക്കും ഒരു പ്രശ്നമുണ്ടോ സാർ? ഉണ്ട്. മലയാള സിനിമ തകരുകയാണ്, അതിൽ സംശയമില്ല. സാറ്റലൈറ്റ് റൈറ്റ്സിന്റെയും തിയേറ്ററിൽ ആദ്യ ഷോയ്ക്ക് ടിക്കറ്റ് എടുക്കുന്ന പാവങ്ങളുടെ കാശും കൊണ്ട് ഓടുന്ന ഈ വണ്ടി അധിക ദൂരം പോകില്ല, പോകാൻ സാധിക്കുകയില്ല. 2010-ലും 2011-ലും റിലീസ് ചെയ്ത 90% മലയാള സിനിമകളും യൂട്യൂബിൽ ഫ്രീ ആയി കാണാം, വളരെ നല്ല ക്വാളിറ്റിയിൽ. സർ, എന്തുകൊണ്ടാണ് തമിഴ് സിനിമയ്ക്കും ഹിന്ദി സിനിമയ്ക്കും ഈ പ്രോബ്ലം ഇല്ലാത്തത്? ചോദിക്കണം സാർ, അവർക്ക് കൊമ്പുണ്ടോ? ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും നിങ്ങളുടെ വയറ് കത്തുന്നില്ലെങ്കിൽ, നിങ്ങൾ പ്രകോപിതരാകുന്നില്ലെങ്കിൽ, സർ, ഞാൻ എന്തിനു വറീഡാകണം? ഇനി മുതൽ മലയാള സിനിമ ഫ്രീ ആയിരിക്കണം. സമത്വസുന്ദര മലയാള സിനിമ സിന്ദാബാദ്. ഫ്രീ സിനിമ, സമത്വസുന്ദര മലയാള സിനിമ സിന്ദാബാദ്.